സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള ഇറാന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ട്രംപിന് അടിപതറുകയാണ്. ഇറാൻ പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. തങ്ങൾക്കെതിരായ ആക്രമണത്തെ ഹോർമൂസ് കേന്ദ്രീകരിച്ച് സാമ്പത്തികമായ യുദ്ധമാക്കി മാറ്റാൻ ഇറാന് കഴിഞ്ഞു എന്നതാണ് സത്യം. ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുവന്ന 3 ചരക്ക് കപ്പലുകളെയാണ് ഇറാൻ ഇന്ന് ലക്ഷ്യമിട്ടത്. ഇതിൽ തായ്വാൻ കപ്പലിന് തീപിടിക്കുകയും ചെയ്തു. ഇതിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇതോടെ ഇറാനുമായുള്ള സംഘർഷത്തിൽ നിന്ന് ഉടൻ പിന്മാറുമെന്നുള്ള സൂചനയുമായി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഇനി ഇറാനിൽ നശിപ്പിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ആക്രമണം നിർത്തുന്നത് എന്നാണ് ട്രംപിൻ്റെ ന്യായീകരണം. പക്ഷേ ഇനിയും മുന്നോട്ട് പോയാൽ എണ്ണവിലയ്ക്ക് തീ പിടിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ട്രംപ് പിന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമാണ്. എണ്ണവില $200 മുകളിൽ എത്തുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പും ട്രംപിന് മുന്നിലുണ്ട്. കണ്ണിന് കണ്ണ് എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇറാൻ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുടങ്ങി വെച്ചത് നിങ്ങളാണെങ്കിലും എല്ലാം നിർത്തുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അതിനിടെ ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഏറ്റവും പുതിയ കണക്കും പുറത്തു വന്നു. ഇറാന് പിന്തുണയുമായി ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയതും ശ്രദ്ധേയമായി. മകൾക്കൊപ്പം എത്തിയാണ് കിം ഈ മിസൈൽ പരീക്ഷണം വീക്ഷിച്ചത്. ഇറാനുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രയേലിലെ അംബാസിഡറെ പിൻവലിച്ച് സ്പെയിനും ഇറാന് കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളിലെ ചില പോയിന്റുകൾ, ചില അവലോകനങ്ങൾ, അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ്റെ വഴിക്കാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യത്തെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയും വലിയ ആക്രമണം അമേരിക്കയും ഇസ്രയേലും നടത്തിയിട്ടും തിരിച്ചടി ശേഷി വീണ്ടും കാണിക്കുകയാണ് ഇറാൻ എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. മാത്രമല്ല, തങ്ങളുടെ അവസാന ആയുധമെന്ന് ഇറാൻ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഹോർമൂസ് കടലിടുക്കിൽ അവർ പിടിമുറുക്കിയതോടെ ട്രംപിന് കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നതാണ് അടുത്ത 2 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് വഴി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കപ്പലും ഇറാൻ കടത്തിവിടുന്നില്ല. ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം. ഇതോടെ ആഗോള എണ്ണവില കുത്തനെ കൂടുകയാണ്. എണ്ണവില ബാരലിന് $200 എത്തുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. ഇതോടെയാണ് ട്രംപ് ആകെ മലക്കം മറിഞ്ഞ് രംഗത്ത് വന്നത്. ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താൻ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നുവോ അപ്പോൾ സംഘർഷം അവസാനിക്കുമെന്നും അദ്ദേഹം ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ വിന്യസിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉടനടി നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ സൈനിക പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. മാത്രമല്ല, ഇറാൻ്റെ 10 മൈൻ വിന്യസിക്കുന്ന കപ്പലുകൾ തകർത്തതായും ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളെല്ലാം എണ്ണവില എങ്ങനെ നിയന്ത്രിക്കാം എന്നതായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാമ്പത്തിക രംഗത്തുള്ളവരും കുത്തക കമ്പനികളും ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപിൻ്റെ ഭീഷണികൾ ഒരു തരത്തിലും ഇറാനെ സ്വാധീനിക്കുന്നില്ല എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം. ട്രംപിൻ്റേത് പൊള്ളയായ ഭീഷണിയാണെന്നാണ് ഇറാൻ സുരക്ഷാ കൗൺസിൽ ചെയർമാൻ അലി ലാറിജാനി പ്രതികരിച്ചിട്ടുള്ളത്. ഇറാൻ തങ്ങളുടെ വഴിയെ തന്നെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിനിടെ പ്രധാന എണ്ണ ഉപഭോഗ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കരുതൽ ശേഖരത്തിൽ നിന്ന് 400 ദശലക്ഷം ബാരൽ പുറത്തിറക്കാൻ അവർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടപെടലാണ് ഇതെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇത്തരം രാജ്യങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറക്കാൻ കഴിയുന്ന കരുതൽ ശേഖരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ വരൂ എന്നതാണ് മറ്റൊരു പ്രതിസന്ധി. തിങ്കളാഴ്ച എണ്ണവില ബാരലിന് $120 അടുത്തേക്ക് ഉയർന്നുവെങ്കിലും പിന്നീട് $90 താഴ്ന്നിരുന്നു. സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നതോടെയാണ് ഇങ്ങനെ എണ്ണവില താഴ്ന്നു വന്നത്. കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന് നിക്ഷേപകർ പ്രതീക്ഷിച്ചു. പക്ഷേ അതെല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 3 ചരക്ക് കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിട്ടതോടെ എണ്ണക്കപ്പലുകൾ ഒട്ടും സുരക്ഷിതമല്ലാതെ ആയിരിക്കുകയാണ്. എല്ലാ കപ്പലുകൾക്കും സുരക്ഷയൊരുക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് അമേരിക്കൻ നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അമേരിക്ക കപ്പലുകളെയെല്ലാം കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത്രത്തോളം മൈനുകൾ ഹോർമൂസിന് ചുറ്റും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ നാവികസേന ഭയപ്പെടുന്നത്. ഈ ഭയപ്പാട് തന്നെയാണ് ട്രംപിനെ കൊണ്ട് ഇപ്പോൾ മലക്കം മറിക്കലിന് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ സൈനികമായി അമേരിക്ക കരുത്തരാണ് എങ്കിലും ലോകത്തിലെ എണ്ണ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന ഇറാൻ്റെ നയതന്ത്രപരമായ പൂട്ട്
അതിനു മുന്നിൽ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ട്രംപ് ഭരണകൂടം എന്ന് തന്നെ നമുക്ക് പറയാം. ഇറാനിൽ പെട്ടെന്നൊരു ഭരണമാറ്റം സാധ്യമാകില്ലെന്നും പകരം രാജ്യം കൂടുതൽ ഐക്യത്തോടെ അമേരിക്കയെ നേരിടുകയാണ് എന്നും ട്രംപിന് ബോധ്യമായിട്ടുണ്ട്. ഇതാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. പുതിയ നേതാവ് മുസ്തഫ ഖൊമേനിയെ അംഗീകരിക്കില്ലെന്ന് പറയുമ്പോഴും ചർച്ചകളുടെ വഴി കണ്ടെത്താനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ ചർച്ചകളുടെ കാര്യം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതേസമയം കണ്ണിന് കണ്ണ് എന്ന നിലപാടുമായാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതും പശ്ചിമേഷ്യയിൽ നിന്നുള്ള പ്രധാന കാഴ്ചയാണ്. ഇസ്രയേൽ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഇറാൻ ഗൾഫ് മേഖലയിലെ എണ്ണശാലകളെ ലക്ഷ്യമിട്ടു. അതുപോലെ ഇസ്രയേൽ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടപ്പോൾ ഇറാൻ തിരിച്ചും അത് തന്നെ ചെയ്തു. ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ ബാങ്കുകളെ ലക്ഷ്യമിട്ടാൽ ഇസ്രയേലിലെ ഒരു ബാങ്കും ഇനി ഉണ്ടാകില്ല എന്നാണ് ഇറാൻ്റെ ഭീഷണി. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രയേൽ സൈന്യം അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നതിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഇറാൻ ഇസ്രയേലിൽ വരുത്തിയ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ 12 സാധാരണക്കാർക്കാണ് ഇസ്രയേലിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. കൂടാതെ 2 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2142 പേർക്ക് വിവിധ ആക്രമണങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 181 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ഇസ്രയേൽ ടാക്സ് അതോറിറ്റിക്ക് ഇതുവരെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് 9115 പരാതികൾ കിട്ടിയിട്ടുണ്ട്. ടെൽ-അവീവ് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനുമായുള്ള ഈ വ്യോമയുദ്ധം കാരണം ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഓരോ ആഴ്ചയും ഏകദേശം $290 കോടി നഷ്ടമുണ്ടാകുന്നതായി ഇസ്രയേൽ ധനകാര്യ മന്ത്രാലയം കണക്കാക്കുന്നു. വലിയ മിസൈലുകൾക്ക് പകരം ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണത്തിൻ്റെ ഭൂരിഭാഗവും നടത്തിയത്. പിന്നീട് ക്ലസ്റ്റർ ബോംബുകളും ഇറാൻ പ്രയോഗിച്ചു. നമുക്ക് ഇവിടെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം റഷ്യൻ നീക്കമാണ്. ഇറാൻ നേതൃത്വവുമായി നിരന്തരം സമ്പർക്കത്തിലാണ് എന്നാണ് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പുടിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇറാനിലെ തങ്ങളുടെ സഹപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നീക്കങ്ങൾ പശ്ചിമേഷ്യയെ നിയന്ത്രണാതീതമായ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത്. സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി റഷ്യ ശ്രമിക്കുന്നുണ്ടെന്നും ക്രെംലിൻ വക്താവ് പറയുന്നു. അതായത് ഇറാൻ്റെ പ്രധാന സഖ്യകക്ഷി എന്ന നിലയിൽ റഷ്യ ഈ യുദ്ധത്തിൽ സജീവമായ നയതന്ത്ര ഇടപെടലുകൾ നടത്തിവരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊപ്പം ഇറാനെ സഹായിക്കുന്ന നിലപാടും റഷ്യ തുടരുകയാണ്. അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും റഷ്യ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഇത് പുടിൻ നിഷേധിച്ചു എന്ന വൈറ്റ് ഹൗസ് നിലപാടിനോടും റഷ്യ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ്. അതായത് അമേരിക്കയുടെ വിവരങ്ങൾ ഇറാന് കൈമാറുന്നു എന്നുള്ള കാര്യം റഷ്യ അതായത് പുടിൻ നിഷേധിച്ചു, ട്രംപിനോട് നിഷേധിച്ചു എന്നുള്ള വാർത്തയോടും റഷ്യ മൗനം പാലിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം റഷ്യയ്ക്ക് ഗുണകരമായി മാറുന്നു എന്നത് മറ്റൊരു തലമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വീണ്ടും റഷ്യയിൽ നിന്ന് കൂടിയ അളവിൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് കൂടുതൽ LNG എത്തിക്കാനും ഇന്ത്യ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ പാതയിലാണ് മിക്ക രാജ്യങ്ങളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ എണ്ണ പല രീതിയിലും റഷ്യയിലും ചൈനയിലും എത്തുന്നുമുണ്ട്. അങ്ങനെ ട്രംപിൻ്റെ നീക്കം റഷ്യയ്ക്ക് ഗുണകരമാകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഇറാൻ എണ്ണ റഷ്യയിലെത്തിച്ച് വിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഇനി ഉത്തര കൊറിയൻ നീക്കം നോക്കാം. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയ്ക്ക് മേൽ പസഫിക് മേഖലയിൽ സമ്മർദ്ദം കൂട്ടി കിം ജോങ് ഉൻ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ പ്രധാന മിസൈൽ പരീക്ഷണമാണ് ഇതെന്ന് നമ്മൾ നോക്കിക്കാണണം. അത്യാധുനിക യുദ്ധക്കപ്പലായ ചോയ് ഹിയോൺ ഡിസ്ട്രോയറിൽ നിന്നാണ് ഈ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ ഉത്തര കൊറിയ വിക്ഷേപിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഈ കപ്പൽ പുറത്തിറക്കിയത്. പടിഞ്ഞാറൻ കടൽ തീരത്തെ ദ്വീപുകളെ ലക്ഷ്യമാക്കി 6 മിസൈലുകളാണ് വിക്ഷേപിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇവ ഏകദേശം 170 മിനിറ്റോളം ആകാശത്ത് സഞ്ചരിച്ച ശേഷം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുവെന്ന് കൊറിയൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. തൻ്റെ മകൾ കിം ജോങ് എയ്ക്കൊപ്പമാണ് കിം ജോങ് ഉൻ ഈ പരീക്ഷണങ്ങൾ വീക്ഷിക്കാനെത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അധികാരമാറ്റം ഉടൻ നടക്കുമെന്നുള്ള ചില സൂചനകളും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴാണ് മകൾക്കൊപ്പം പ്രധാനപ്പെട്ട ഒരു മിസൈൽ പരീക്ഷണത്തിന് കിം എത്തിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് സ്ക്രീനിലൂടെ നിരീക്ഷിക്കുന്ന ഈ മകളുടെയും അച്ഛൻ്റെയും ചിത്രങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. അമേരിക്കയും ദക്ഷിണ കൊറിയയും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന് മറുപടിയായാണ് ഈ നീക്കം. ഒപ്പം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം കിം ജോങ് ഉൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്പെയിനിൻ്റെ ഒരു നീക്കം വന്നിട്ടുണ്ട്. ഇറാന് കൂടുതൽ പിന്തുണയുമായി സ്പെയിൻ രംഗത്ത് വരികയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്.
ഇസ്രായേൽ ഇറാന് നേരെ നടത്തുന്ന സൈനിക നീക്കങ്ങളിലും ഗാസയിലെ യുദ്ധത്തിലും പ്രതിഷേധിച്ച് സ്പെയിൻ ഇസ്രായേലിലെ തങ്ങളുടെ അംബാസഡറെ, അതായത് അംബാസഡറായിട്ടുള്ള അനാമരിയ സലോമൻ പെരസിനെ സ്ഥിരമായി പിൻവലിച്ചു. അതായത് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ട്രംപിന് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, യൂറോപ്പിൽ തിരുത്തൽ ശക്തിയായി സാഞ്ചസ് മാറുന്നു എന്നതും നോക്കിക്കാണും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം സാഞ്ചസ് ശക്തമായ ട്രംപ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഈ സാഞ്ചസ് നടത്തിയിട്ടുള്ള നീക്കങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതിനിടയ്ക്ക് മധ്യസ്ഥ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് അനൗദ്യോഗിക വിവരങ്ങൾ കിട്ടുന്നത്. പരമ്പരാഗതമായി അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ ഇപ്പോഴും സജീവമാണ്. മസ്കറ്റിൽ വെച്ച് ഇരുവിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ അനൗദ്യോഗികമായി സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കുന്നതിന് പകരമായി ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും ചർച്ച നടക്കുന്നത്. അതായത് ഹോർമൂസ് തുറന്നു കൊടുത്താൽ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ നീക്കാമെന്നാണ് ആ രീതിയിലുള്ള ചർച്ച. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖൊമേനിയുമായി ഖത്തർ ഭരണാധികാരികൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് മേൽ, അതായത് ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ മുസ്തഫയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ മധ്യസ്ഥനായി മാറിയിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രംപുമായി, ഇറാൻ്റെ പുതിയ നേതാവുമായും സംസാരിച്ചിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. പശ്ചിമേഷ്യ വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്ക് തിരികെ എത്തട്ടെ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.